മുട്ട വെച്ചിട്ട് നോമ്പ് തുറക്കുന്ന സമയത്തേക്കോ അല്ലെങ്കിൽ വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതാ ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഇതാ ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. നല്ല ചെറുതായിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒറിഗാനോയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നതിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫ്ലേവറിന് അനുസരിച്ചിട്ടുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം മാറ്റി വെക്കാം. കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ മിക്സ് ആക്കി എടുക്കാം. ഇനി ഞാനിതാ ഒരു 4 മുട്ട ഇവിടെ പുഴുങ്ങിയെടുത്തിട്ട് തോടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. മുട്ട കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കത്തി ഒന്ന് നനച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മഞ്ഞ ഒന്നും വേർപെട്ട് പോകില്ല കേട്ടോ. നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് തന്നെ മഞ്ഞ അതിൻ്റെ ഉള്ളിൽ കിട്ടും. അല്ലെങ്കിൽ മഞ്ഞ ഇങ്ങനെ കത്തിയിൽ പറ്റി പിടിച്ചിട്ടോ അല്ലെങ്കിൽ പൊടിഞ്ഞൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഒന്ന് കത്തി നനച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുളക് പൊടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചാറ്റ് മസാലയും കൂടെ ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഇതാ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഒട്ടുന്ന പരുവത്തിലാണെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ചൊരു ഓയിലൊന്ന് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം പിന്നെ ഒരു ചീസിൻ്റെ ഒരു ചെറിയ പീസ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. സ്ലൈസ് ചീസോ അല്ലെങ്കിൽ മൊസറല്ല ചീസോ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്ലൈസ് ചീസിൻ്റെ ഒരു ചെറിയ പീസാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു ഐസ് സ്റ്റിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു എഗ് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു പീസ് അത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് വെച്ചിട്ടൊന്നങ്ങ് കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഇനി നമുക്ക് ബാക്കിയുള്ള പീസുകളെല്ലാം ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ടയില്ലാതെ, ഒരുപാട് തിക്കായിട്ടല്ല എന്നാൽ ഒരുപാട് ലൂസായിട്ടും അല്ല. ഈ ഒരു ലൂസിലുള്ള ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതിൽ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് സേമിയ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള പീസുകളെല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം ഇതിൽ വേവാനൊന്നുമില്ല. ആ ഒരു പുറം ഭാഗത്തുള്ള ഒരു മൈദയുടെ കോട്ടിങ് അതുപോലെ ആ ഒരു സേമിയയും കൂടെ ഒന്നങ്ങ് ക്രിസ്പി ആയിട്ട് വന്നാൽ മതി, കളറൊക്കെ ചേഞ്ച് ആയിട്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നാലേ ഉള്ളൂ എല്ലാ ഭാഗവും ഒരുപോലെ കളറായിട്ട് ഒരുപോലെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്നായി കഴിഞ്ഞാൽ ഈ ഒരു കളറൊക്കെ ആയി വന്നാൽ നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള എഗ്ഗ് വെച്ചിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്